അയ്യോ അയ്യോ, എന്തൊരു വയറ്റുവേദന, എനിക്ക് സഹിക്കാൻ വയ്യായേ ഡോക്ടറെ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഡോക്ടറെ ഒന്ന് കാണണം. ഞാനിവിടുത്തെ ഡോക്ടറാ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 10 വർഷം പഠിച്ചതാ. എന്താ പ്രശ്നം? അതെ, പോടാ പ്രാന്ത. അയ്യോ ഡോക്ടറെ, പുസ്തകം വായിച്ചോണ്ടിരുന്നാ മതിയോ? എന്നെ രക്ഷിക്കണേ. കേസ് ഓഫ് ഹാലുസിനേഷൻ കൂടെ കൂടെ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടറെ കാണണം. വയറുവേദന സഹിക്കാൻ വയ്യ. അവൻ തൊഴിക്കണു, പറഞ്ഞുകൂടി കളിയാ. ഞാൻ ഒരു കുതിരയെ വിഴുങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാ ഡോക്ടറെ. ഇന്നാളൊരു പട്ടി വിഴുങ്ങിന്ന് പറഞ്ഞു. അതെന്നെ കടിച്ചിട്ടാ ഞാൻ വിട്ടുകൊടുക്കോ? പുറകെ ഓടി, ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഒറ്റ ഇരിപ്പിടി വിഴുങ്ങി. അയ്യോ, കുതിര മുതിര തിന്നുന്നു. അയ്യോ, അവൻ വീട്ടിൽ ചവിട്ടുന്നു. എന്താ തന്റെ പേര്? ബർണിംഗ് ഡിസയർ. അതൊരു കുതിരയുടെ പേര്. അളിയൊരു കുതിരപ്പന്തയിൽ നടക്കുന്നിടത്തായിരുന്നു ജോലി. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ട് ചവിട്ട് കിട്ടി, അന്ന് തുടങ്ങിയതാ. എന്തിനാ കുതിരയെ വിഴുങ്ങിയത്? അതെ, വീടളിയാ, കാര്യം പറയട്ടെ. അതെ, കഴിഞ്ഞ റേസിന്റെ തലേ ദിവസം ഞാൻ എന്റെ ബർണിംഗ് ഡിസയറിനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. 2 തവണ അടുപ്പിച്ച് ജാക്ക്പോട്ട് വിൻ ചെയ്തവനാ. ഹാട്രിക് ഹാട്രിക്. അപ്പോഴാണ് സിൽവർ സ്ട്രീക്ക് പാഞ്ഞു വരുന്നത്. അവന്റെ ഡിസയറിന്റെ സ്ഥിരം ശത്രുവാ മാരിയപ്പന്റെ കുതിര. ഡോക്ടർക്ക് അറിയില്ലേ? അവൻ എന്റെ ഡിസയറിനെ കൊല്ലാൻ വന്നു. ഞാൻ വിടുവോ? അവൻ എന്റെ അടുത്ത് വന്നതും ഒറ്റ വിഴുങ്ങൽ. ഇപ്പൊ റേസിന്റെ ടൈമാ. പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വയറ്റി കിടന്ന് ഓടുക. ഞാൻ ഛർദ്ദിച്ചു നോക്കി, അപ്പിട്ട് നോക്കി, എന്നിട്ട് പുറത്തു വന്നില്ല. പുറത്തേക്ക് വരുന്നില്ല. കള്ളൻ. ഡോക്ടർ, അവൻ എങ്ങനെയെങ്കിലും ഇത് പുറത്തെടുക്കോ? ശരി, ഞാൻ നോക്കട്ടെ. വീടാളിയ കേക്കുന്നില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഡോക്ടർ ഇതിനെ ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്തേക്കാം. ഓപ്പറേറ്റ് ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം. കുതിര തൊഴിൽ നിർത്തി വാലിട്ടടി തുടങ്ങി. ഇനി ഞാൻ ആനയെ വിഴുങ്ങിയാലും കുതിരയെ വിഴുങ്ങത്തില്ല. എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിമ മതി. കുതിര വയറിന്റെ ചോരുവേ നക്കുന്നു. ഇക്കിളി ഇക്കിളി. ഓപ്പറേഷൻ തിയേറ്റർ. അയ്യോ അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? സുഖമുണ്ട്. വേദനയുണ്ടോ? ഇല്ല. ഓപ്പറേഷൻ ചെയ്ത് ജീവനോട് തന്നെ ഞാൻ ആ കുതിരയെ പുറത്തെടുത്തു. എന്നിട്ട് എവിടെ? റേസിന് പോയോ? ഇതാണോ? അല്ല അല്ല, ദാ നിൽക്കുന്നു, കണ്ടോ? അത് കറുത്ത കുതിരയല്ലേ? ഞാൻ വിഴുങ്ങിയത് വെള്ള കുതിരയാ. അത് വയറ്റിനകത്ത് കിടന്ന് കളർ മാറിയതാ. ഇല്ല, ഇപ്പോഴും അത് വയറ്റിൽ തന്നെ ഉണ്ട്. അത് വയറ്റിൽ കിടന്ന് ഓടുന്നു. എന്നെയും കൊണ്ട് ഓടാൻ പോകുന്നു. അയാളെ പിടിക്കേ, അയാളെ പിടിക്കേ. എന്താണ് നടന്നതെന്ന് ആ കുട്ടി എന്നോട് മണി പോലെ പറയും. കാണണോ? മനഃശാസ്ത്രം എന്ന് പറയുന്നത് നിന്റെ ടേബിൾ ടെന്നീസ് കളിയൊന്നുമല്ല. അതിന് നിങ്ങളുടെ മനഃശാസ്ത്രവും ഡിഗ്രി ഒന്നും വേണ്ട. കുറച്ച് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. നമ്മളിപ്പോ നടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഒരു കഥയുണ്ടാക്കി ആ കുട്ടിയോട് പറയുന്നു. ആ കുട്ടി അത് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു കഥ പറയുന്നു. ഉദാഹരണത്തിന്, ആ കുട്ടിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കരുതുക. അവളും അയാളും കൂടി നല്ല മഴയുള്ള ഒരു രാത്രി നൈറ്റ് ഷോയ്ക്ക് പോകുന്നു. തിരിച്ചു വരുന്ന വഴി ഓട്ടോറിക്ഷ കിട്ടുന്നില്ല. 2 പേരും കൂടി നടക്കുന്നു. കൂരിരുട്ട്. ഒരു കാറിൽ 4-5 റൗഡികൾ വന്ന് കാമുകനെ ഇടിച്ചിട്ടിട്ട് അവളെ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ക്രൂരമായി റേപ്പ് ചെയ്യുന്നു. ആ ഷോക്കിൽ നിന്ന് അവളുടെ സമനില തെറ്റുന്നു. ഇതേത് സിനിമയിലെ കഥയാ? എന്താ അങ്ങനെ സംഭവിച്ചൂടെ? ഈ കഥയിൽ ബീച്ച് എവിടെ? ഓ, ബീച്ച് വേണോ അല്ലേ? ശരി, ബീച്ചുള്ള വേറൊരു കഥ പറയാം. ആ കുട്ടിയും കൂട്ടുകാരികളും കൂടി ഒരു സന്ധ്യയ്ക്ക് ബീച്ചിൽ കാറ്റുകൊള്ളാൻ പോകുന്നു. നിർത്ത. നിന്റെ ഈ പുളുക്കഥയൊന്നും കേട്ടിരിക്കാൻ എനിക്ക് നേരമില്ല. പുളുക്കഥ കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്ന സാറൊന്ന് നോക്ക്. ഒന്നുമില്ലെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിന്റെ മോളല്ലേ ഞാൻ? വേറൊരു സൈക്കാട്രിസ്റ്റിന്റെ പെണ്ണല്ലേ? ആ കുട്ടിയുമായി ഞാനിന്ന് കമ്പനി അടിക്കാൻ പോവാ. വിത്തിൻ 24 hours നടന്ന എന്താണെന്ന് കൃത്യമായി കണ്ടുപിടിച്ചു തരാം. താനൊന്ന് ശ്രമിച്ചു നോക്ക്.
രേഷ്മ രേഷ്മ കുട്ടിക്ക് എന്നെ ഓർമ്മയുണ്ടോ? കുട്ടിയുടെ കോളേജിൽ തന്നെ ഞാനും സെക്കൻഡ് എം എ ഡേ സ്കോളറാ. നമ്മള് ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് ക്യാൻറ്റീനിൽ വെച്ച്. സുനന്ദ ഉണ്ടായിരുന്നു കൂടെ. സുനന്ദ അറിയില്ലേ? കുട്ടിയുടെ നാട്ടുകാരി തന്നെയാ. പിന്നെ അന്ന് കോളേജിലേക്ക് പ്രിയയുടെ ഡാൻസ് നടക്കുമ്പോ നമ്മൾ അടുത്തടുത്താ ഇരുന്നത്. ഒരുമിച്ച് കൂവിയത് ഓർമ്മയുണ്ടോ? കുട്ടിയുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്നെ ഓർമ്മ വരുന്നുണ്ടോ? ആ, അതിന് കൊച്ചു കൊടുത്ത കോളേജിലല്ലേ പഠിച്ചിട്ടുള്ളത്? അത് ശരി, തള്ളയുടെ വട്ട് ദൂരം മാറിയില്ലല്ലേ? എന്നിട്ടാണോ യൂണിഫോം ഇടാതെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ചെല്ലു ചെല്ലു ചെല്ലു, പോ പോ പോ. വാ രേഷ്മ വാ. ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ച ചങ്ങലിക്ക് ഇടാം, ചങ്ങലിക്ക് ഭ്രാന്ത് പിടിച്ച യൂണിഫോം ഇടാം. ഇത്തിരി വെള്ളം തരൂ, ദാഹിച്ച് തൊണ്ട പൊട്ടു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. താങ്ക് യു. എന്തിനാ ഇങ്ങോട്ടൊക്കെ വരാൻ പോയത്? കത്തി കിട്ടിയ നമുക്ക് ചാവണ്ടേ? ആ ഗ്ലാസിങ് വാങ്ങി. ആ ഗ്ലാസ് ഇതാ. ഹായ് കുഞ്ഞച്ചനെങ്കിൽ. ഹായ് മമ്മിജി. ഹൗ ഈസ് യുവർ ജേർണി? ആ സാധനങ്ങളൊക്കെ എടുത്താത്തോണ്ട് വെച്ചേ. വലിയ ഇംഗ്ലീഷ് ഒന്നും ഞങ്ങളോട് വേണ്ടാന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഐ ആം സോറി അങ്കിൾ. ഓടെ ചെക്കാടുന്ന വരുന്ന വിവരത്തിനൊന്ന് വിളിച്ചു പറഞ്ഞുവിടായിരുന്നു അമ്മച്ചി. ശരിക്ക് തോർത്ത് തലയിൽ വെള്ളം താഴണ്ട. കുളിച്ച് ബെന്തിങ്ങും കഴുത്തിലിട്ട് പ്രാന്തന്മാരെ ജ്ഞാനസ്നാനം ചെയ്യിക്കാൻ നടന്നോ? ഇതിലൊന്നുമില്ലേ? വന്ന് കേറുന്നതിന് മുമ്പ് എന്താ കുഞ്ഞച്ചായത്? കണ്ട എന്തെങ്കിലും കാരണം കിട്ടാൻ കാത്തിരിക്കുക എന്റെ മെക്കെട്ട് കയറാൻ. ഞാൻ ഒറ്റാന്തടിയായി പോയില്ലേ? ഒറ്റാൻ തടിയായിട്ട് നടക്കാൻ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? അല്ലേ അമ്മച്ചി? നല്ല പ്രായത്തിൽ അതിനുള്ള ബുദ്ധി തോന്നിയില്ല. അത് തന്നെ. എങ്ങനെ തോന്നാനാ? ചിന്ത മുഴുവൻ മറ്റേതല്ലേ? ഏത്? ഇത് തന്നെ. അങ്ങനെ എനിക്ക് പെണ്ണ് കെട്ടാനുള്ള യോഗം ഉണ്ടായില്ല. അതിന് യോഗം ഉള്ളവർ അതങ്ങോട്ട് ചെയ്യോ? അതും ചെയ്യില്ല. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു. എവിടത്തെ ന്യായാണെന്ന് ഞാൻ ചോദിക്കണേ. ആനിയുടെ പരീക്ഷ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ നമുക്ക് ഉടനെ ഇതങ്ങ് നടത്താം. മാത്യുച്ചിനെ കണ്ട് തീയതി തീരുമാനിക്കാനും കൂടിയാ ഞങ്ങൾ ഓടിപ്പടഞ്ഞു വന്നത്. എന്താ സണ്ണി? അമ്മച്ചി എന്താന്ന് വെച്ചാ തീരുമാനിച്ചാ മതി. എന്താ നിനക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. അല്ല എന്തോണ്ട്? ഒന്നുമില്ലെന്നേ. കണ്ടറിയാം എന്തോണ്ട്? ഒന്നുമില്ലെന്നേ. തുറന്നു പറയടാ. മക്കളുടെ മനസ്സ് പഠിച്ച തള്ളമാർക്കറിയാം. പറ മോനെ. പെടച്ചാലും ശരി പെടച്ചില്ലെങ്കിലും ശരി, പരിമല പള്ളിയിലെ പെരുന്നാളിന് മുമ്പ് ഈ കെട്ട് നടക്കണം. ഇത് രണ്ടും കൂടി കൂട്ടി കുഴക്കാൻ ഞാൻ സമ്മതിക്കില്ല. പരുമലപ്പള്ളിയിലെ പെരുന്നാള് കഴിഞ്ഞ മാസം കഴിഞ്ഞു. ആണോ പെങ്ങളെ? ഫ്രെഡി, എനിക്കിത് അയക്കണു. ആ ക്ലാസ് എടുത്തേ. സണ്ണി ജോസഫ് വെറ്റ്സ് ആനി മാത്യു. We cordially invite your presence with family on the occasion of our marriage on Sunday 29th March. നിനക്കൊരു തന്തയുണ്ട്. ഈ ഞാന് നാട്ടു നടപ്പനുസരിച്ച് അപ്പന്റെ പേര് വെച്ചാ കല്യാണക്കുറി അടിക്കുന്നത്. ഇതേ ഞങ്ങളുടെ പേഴ്സണൽ ഇൻവിറ്റേഷൻ കാർഡാ. ഡാഡിക്ക് വേണമെങ്കിൽ ഡാഡിയുടെ പേര് വെച്ച് വേറെ കാർഡ് അടുപ്പിച്ചോളൂ. അതിന് ഞാൻ വേറെ കല്യാണം കഴിക്കണമല്ലോ. ആര് കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല. കുറിയുടെ അടിയിൽ ഉപചാരപൂർവം മടത്തിപ്പറമ്പിൽ കുഞ്ഞു കുഞ്ഞു ചാക്കോ എന്ന് അടിച്ചിരിക്കണം. അതാരാ? ഇതുവരെ മനസ്സിലായില്ല? നയം തന്നെ. അപ്പോ ബ്രാക്കറ്റിൽ അവിവാഹിതം കൂടെ അടിക്കണമല്ലോ. പെങ്ങളെ ഒറ്റാന്തടിയാന്ന് വെച്ചിട്ട് വാരരുത്. ഡോക്ടർ ഇവിടെ വന്നിരിക്കുകയാണല്ലേ? എത്ര നേരം ഞാൻ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നു. വന്ന് എന്താ രേഷ്മയെ കാണിക്കുന്നത്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരില്ലേ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ വന്നേ. ഞാൻ ഇവിടെ അല്പം ബിസിയാണ്. രേഷ്മ പോവും, ഞാൻ അങ്ങോട്ട് വരാം. നോ, ഇപ്പൊ തന്നെ വരണം. എന്താ രേഷ്മ? Come on, please. It's so funny. ഞാൻ ഇത്ര നേരം ചിരിക്കായിരുന്നു. ഡോക്ടർ ഒന്നൊന്ന് കാണണം. മമ്മിയുടെ ബ്രേക്ക് ഡാൻസ് നമ്മുടെ ഡെസ്റ്റിമോണയുടെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാ. എല്ലാരും ഉണ്ട് അവിടെ. മമ്മി തകർക്കുക. വേഗം വാ. രേഷ്മ എന്തായി കാണിക്കുന്നത്? ഹോസ്പിറ്റലിലേക്ക് പോ. ഇല്ല, ഞാൻ ഡോക്ടറെ കൊണ്ടേ പോവും. Come on. രേഷ്മ ഡോണ്ട് ബി സിലി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നടക്കരുതെന്ന്? ഞാൻ ഡോക്ടറെ കാണാനല്ലേ വന്നത്. പേഷ്യന്റിനെ കാണാൻ ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പൊ കണ്ടാ മതി. രേഷ്മയ്ക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഹോസ്പിറ്റലിലേക്ക് പോവാൻ.